പുറത്തുനിന്ന് നോക്കിയാൽ അതൊരു ചെറിയ വീടാണ്. പക്ഷെ അകത്ത് ഒരു ഫുട്ബോൾ കളിക്കാനുള്ള അത്ര സ്ഥലമുണ്ടായിരുന്നു. അതെങ്ങനെയെന്ന് ചോദിച്ചപ്പോ ഈ വീട് മുഴുവൻ ഭാര്യയുടെ പ്ലാനിലാണ് ചെയ്തിരിക്കുന്നതെന്ന് ആ സ്ട്രേഞ്ചർ പറഞ്ഞു. എനിക്കൊന്ന് കുളിക്കണമെന്ന് പറഞ്ഞപ്പോ ചേട്ടൻ വാ നമുക്ക് താഴത്തെ കുളത്തിൽ പോയി കുളിക്കാമെന്ന് ആ സ്ട്രേഞ്ചർ പറഞ്ഞു. ഈ രാത്രിയാടെ കുളത്തിൽ പോയി കുളിക്കുന്ന ബാത്റൂം കാണിച്ചാടെ പൊട്ടാന്ന് അവൻ പറഞ്ഞു. ആ സമയത്ത് പോലും ബാഗ് ആ സ്ട്രേഞ്ചറിന്റെ കൈ കൊടുക്കാൻ അവൻ തയ്യാറായില്ല. അങ്ങനെയെങ്കിൽ ആദ്യം ആരാ കുളിച്ച് കയറുന്നതെന്ന് നോക്കാൻ വേണ്ടി ഒരു ഗെയിം കളിച്ചാലോ? അവൻ കളിക്കാന്ന് പറഞ്ഞപ്പോ ആ സ്ട്രേഞ്ചർ ഒറ്റ ഓട്ടമായിരുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ ടോയ്ലറ്റിൽ ഒരു ടവൽ വീണു. ചേട്ടൻ കുളിക്കുകയാണോ എന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് ഇല്ലാന്ന് കണ്ടപ്പോ ലൈറ്റ് ഓണാക്കിയും ഓഫാക്കിയും അവനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സ്ട്രേഞ്ചർ. നീ ഇപ്പൊ ഗെയിമിൽ തോക്കുമെന്ന് പറഞ്ഞപ്പോ പിന്നെയും അവ ഓടാൻ തുടങ്ങി. കുളിച്ചു കഴിഞ്ഞപ്പോ ഇത്തിരി സ്നേഹമുള്ള അവന്റെ പേരറിയണമെന്നുണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല. ചേട്ടനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവൻ വീണ്ടും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ബിയറിനൊക്കെ തണുപ്പ് കിട്ടാൻ വേണ്ടി കൂടത്തിലാണ് ആ സ്ട്രേഞ്ചർ അവനോട് കൊടുത്തത്. എന്നിട്ട് അവനൊരു കാര്യം ചോദിച്ചു, പണ്ട് ചേട്ടന്റെ കയ്യിൽ നിന്ന് മിസ്സായ ആ സൈക്കിൾ ഓർമ്മയുണ്ടോ എന്ന്. അത് ചെറുപ്പത്തിൽ തന്നെ വന്നു ചേർന്നത് ആ സ്ട്രേഞ്ചറിന്റെ കയ്യിലായിരുന്നു. ചേട്ടന്റെ ഓർമ്മയ്ക്കായി അതിപ്പോഴും എന്റെ കൂടെയുണ്ട്.